ഞാൻ മോളി മന്നം മൂവാറ്റുപുഴ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വരാൻ സാധിച്ചതിൽ സന്തോഷം. എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും എല്ലാ പുതുവർഷം എന്ന് പറഞ്ഞ കേരളപ്പിറവിയുടെ ആശംസകൾ നേരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിലും അല്ലാതെയും അറിഞ്ഞിട്ട് കുറേ ആൾക്കാർ മലയാളികളാണ്. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, ആൻറ്റി എന്ത് ചെയ്യണോ, സോഷ്യൽ സർവീസാണോ, പൊളിറ്റിക്സിലാണോ, എന്താ ചെയ്യണേ, ഇങ്ങനെ കുറേ ചോദ്യം. 1, 2, 10 പേരോട് പറയുമ്പോൾ നമുക്കൊക്കെ പിന്നെയും അത് പറയുമ്പം വല്ലാത്തൊരു ബോറടിയുടെ ഇത്. സോ ഞാൻ ഓർത്തു കേരളപ്പിറവിയിൽ നിങ്ങളെ എല്ലാവരെയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ പറയാൻ കേരളപ്പിറവിയുടെ. അപ്പോൾ എൻ്റെ കഥ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് ഓർക്കുന്നു. എന്നെ ചെറുതായിട്ടൊന്ന് സ്പാർക്കിൽ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് റെസ്പോൺസും കിട്ടി. ഞാൻ അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയില്ല, വളരെ ചുരുക്കി പറയാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, വീണ്ടും അണ്ടർലൈൻ ചെയ്യുക. ഞാൻ വലിയൊരു ഗ്രേറ്റ് തിങ് അല്ല, ഗ്രേറ്റ് ആയിട്ടുള്ള ആളല്ല. പക്ഷെ എൻ്റെ കൊച്ചു ജീവിതത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് കിട്ടിയ കൊച്ചു പാഠങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ആസ് യൂഷ്വൽ ഞാൻ മൂവാറ്റുപുഴ അടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്, അവിടെ വളർന്നു. അപ്പോൾ അന്നത്തെ കാലാവസ്ഥ ഞാൻ പറയുമ്പം 60+ ആളാകുമ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ വളരെ പഴയതാവും നിങ്ങൾക്ക്. പക്ഷേ കല്യാണപ്രായം 17-18 ആകുമ്പോഴേക്കും, സ്പെഷ്യലി ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞാണ്, കല്യാണാലോചനകൾ വന്നുകൊണ്ടിരിക്കും. അന്ന് എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ച് ഒരു ക്ലിയർ കട്ട് വിഷൻ ഉണ്ടായിരുന്നു. മീൻസ് ഐ വാണ്ട് ടു വർക്ക്, ഏൺ സംതിങ് ഫോർ മൈ ലൈഫ്. ഫുൾ ലൈഫിന് കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും എൻ്റെ ഡേ ടു ഡേ ലൈഫിലേക്ക് ഒരു ഇൻകം ഏൺ ചെയ്യുന്ന ജോബിന് ശേഷം മാത്രം മാരേജ് എന്ന് പറഞ്ഞു. അന്ന് എനിക്കിവിടെ ജോലി കിട്ടുന്ന അത്ര ഈസി ആയിരുന്നില്ല. സോ ഇന്നത്തെ +2, അന്നത്തെ പ്രീ ഡിഗ്രി, പിന്നെ അന്ന് ഉള്ള ഏറ്റവും ടെക്നിക്കൽ കോഴ്സായിട്ടുള്ള ടൈപ്പ്, ഷോർട്ട് ഹാൻഡ്, ഇങ്ങനത്തെ കുറേ സെക്രട്ടേറിയൽ കോഴ്സ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് 1980 ജാനുവരിയിൽ ഞാൻ ബോംബെക്ക് എൻ്റെ ഒരു ഗാർഡിയനായിട്ട് ഒരു അങ്കിളും ആൻറ്റിയും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഓക്കെ, പോകുമ്പം എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ക്ലാസ്സുകളൊന്നും എനിക്ക് തന്നില്ല. ഒരു സെൻറ്റൻസ് എന്നോട് പറഞ്ഞു, മോളെ നീ ഒറ്റയ്ക്കാണ് പോകുന്നത്, അവിവാഹിതയാണ്, എനിക്ക് 20 വയസ്സാണ് പ്രായം, നിന്നെ നോക്കാൻ ഞങ്ങൾ സഹോദരങ്ങളോ അച്ഛനും അമ്മയോ ഒന്നും അവിടെ ഉണ്ടാവില്ല. ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം, സ്ത്രീയുടെ പൂട്ട് അകത്തു നിന്നാണ്, പുറത്തു നിന്നല്ലെന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, സാഹചര്യങ്ങളും പ്രശ്നങ്ങളും എന്താ പറയണേ, ഒത്തിരി അനുകൂല സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായാലും നീ വിചാരിക്കാതെ, നീ ആഗ്രഹിക്കാതെ നിൻ്റെ ശരീരത്തിൽ ഒരാൾ തൊടാൻ പറ്റില്ല. സോ സ്ത്രീയുടെ പൂട്ട് അകത്തു നിന്നാണ്, പുറത്തുനിന്ന് ആരൊക്കെ തുറന്നാലും സ്ത്രീയുടെ മനസ്സ് തുറക്കാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്നും എപ്പോഴും എനിക്ക് മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു. സോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോയി മഫ്തലാൽ എൻജിനീയറിങ്ങിലൊരു സ്റ്റെനോ ടൈപ്പിസ്റ്റായിട്ട് ട്രെയിനി ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ സാലറി എത്രയാണെന്ന് കേട്ടാൽ നിങ്ങളെല്ലാവരും സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ എനിക്കറിയില്ല. സ്റ്റൈഫൻ്റായിരുന്നു, 100 രൂപയായിരുന്നു സ്റ്റൈഫൻ്റ്. ഈ 100 രൂപയിൽ നമ്മുടെ ഫാക്ടറി ആയതുകൊണ്ട് പഞ്ചിങ് ഉണ്ട്. പഞ്ചിങ്ങിൽ ട്രെയിൻ ലേറ്റ് ആവുമോ, നേരത്തെ ഇറങ്ങുമോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം എൻ്റെ ഫസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ 85 രൂപ 60 പൈസയായിരുന്നു. ഓക്കെ, അപ്പം ഇതുകൊണ്ട് മാത്രം ഒന്നും ആകില്ല എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഈവനിങ് കോളേജിൽ ചേർന്ന് BCom പഠിച്ചു. അപ്പം 4:30 വരെയാണ് എൻ്റെ ഫാക്ടറിയുടെ ടൈമിങ്, 8:30 മുതൽ 4:30 വരെ. അതിനുശേഷം 1 hour യാത്ര ചെയ്ത് VT എന്ന് പറയുന്ന വിക്ടോറിയ ടെർമിനസിൻ്റെ അങ്ങോട്ട് പോയിട്ട് സിറ്റിയുടെ നടുക്കാണ് കോളേജ്, ഈവനിങ് കോളേജിൽ. 8 o'clock കോളേജ് കഴിഞ്ഞ് തിരിച്ചു വരും. ഇവിടെ എത്തുമ്പം 9:30 ആവും. ഞാനും എൻ്റെ റൂംമേറ്റും ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടും പഠിക്കുമായിരുന്നു. അപ്പോൾ അന്ന് നിങ്ങളോട് ഞാൻ ഈ പൈസ പറയുന്നത് അന്നത്തെ മണി വാല്യൂ അറിയാൻ വേണ്ടിയിട്ടാണ്. 6 പൈസയായിരുന്നു ഒരു ചായ, ഒരു പരിപ്പോട ഒക്കെ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടണമെങ്കിൽ. പുറത്ത് അതിന് 15 പൈസയും 12 പൈസയൊക്കെ ആയിരുന്നു. സോ അത് വാങ്ങിക്കും. പിന്നെ VT സ്റ്റേഷനിൽ കാണുന്ന ഇന്നലെ ഞാനിങ്ങനെ ഇരുന്ന് ഇന്ന് എന്ത് സംസാരിക്കുമെന്ന് ഓർത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സർപ്രൈസ്. ഇന്ന് നമ്മൾ എവിടേക്ക് പോകുമ്പോഴും ഒരു ബോട്ടിൽ വെള്ളം കിട്ടും, കയ്യിൽ കൊണ്ടു നടക്കും, ഇല്ലെങ്കിൽ വാങ്ങാൻ ഈസി ആയിട്ട് കിട്ടും. അന്ന് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. നമ്മൾ നടക്കണ വഴിക്ക് ആരും വെള്ളം കൊണ്ടു നടക്കില്ല. അപ്പോൾ VT സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 5:30 6 മണിക്ക് എൻ്റെ ക്ലാസ് തുടങ്ങണം. 6 മുതൽ 8 വരെയാണ്. ക്യൂ ഉണ്ടാവും അവിടെ.
അവിടെ വീട്ടിൽ റെയിൽവേ സ്റ്റേഷൻ്റെ വകയായിട്ട് ഒരു ലേഡി ഇരിക്കും, 2 സ്റ്റീൽ ഗ്ലാസ്സിൽ ചങ്ങലയിട്ട് കൊളുത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് അത് കുടിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കലക്കിയ വെള്ളത്തിനകത്ത് കഴിവ് ഓരോരുത്തരും കുടിച്ച് കഴിയുമ്പോൾ ലൈനിൽ നിന്ന് ചെല്ലുമ്പോൾ നമുക്ക് മൺകൂജാല വെള്ളം തരും. ഈ വെള്ളവും കുടിച്ച് ഒരു പരിപ്പോടെയും തിന്നിട്ടാണ് ക്ലാസ്സിൽ കയറുക. അങ്ങനെ പഠിച്ചു. അതിനുശേഷം ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കയറി. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതിനിടയ്ക്ക് ഒരു 3 മാസത്തേക്ക് എനിക്ക് കിട്ടി ടെമ്പററി വേക്കൻസിയിൽ. അത് കഴിഞ്ഞിട്ട് ആ എക്സ്പീരിയൻസ് വെച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കയറി. ഈയിടെ കഴിഞ്ഞ വർഷം മരിച്ച MS മണിയുടെ സെക്രട്ടറി ആയിട്ടാണ് കയറിയത്. ഒരു തമിഴിയനായതാണെങ്കിലും മലയാളം സംസാരിക്കുമായിരുന്നു. എൻ്റെ അങ്കിള് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, ഇംഗ്ലീഷ് പിക്കപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. ഇംഗ്ലീഷ് പഠിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഇംഗ്ലീഷ് പിക്കപ്പ് ചെയ്തു. ചേംബർ ഓഫ് കോമേഴ്സ്, ബോംബെ ചേംബർ ഓഫ് കോമേഴ്സിൽ എനിക്ക് ജോലിയായി. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി വിടാനുള്ള ഒന്നാമത്തെ കാരണം ലാംഗ്വേജ് പിക്കപ്പ് ആവില്ല എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഒരു പ്രാവശ്യം ഞാൻ അങ്കിളിനെ കാണാൻ ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു അങ്കിൾ വർക്ക് ചെയ്യണേ. ടൈംസ് ഓഫ് ഇന്ത്യ ചെന്നപ്പം എൻ്റെ കയ്യിൽ ഒരു വീക്കിലി ഉണ്ട്. ഇത് ഏത് വീക്കിലിയാണ്? ഞാൻ വളരെ സന്തോഷത്തോടെ കാണിച്ചു. അന്ന് മംഗളം, മനോരമ, മാതൃഭൂമിയൊക്കെ വായിക്കുന്ന കാലമാണ്. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മംഗളം കാണിച്ചെന്ന് പറഞ്ഞാൽ അങ്കിൾ മേടിച്ച് മറിച്ച് നോക്കിയിട്ട് അത് നേരെ അങ്ങ് വലിച്ചു കയറി. എന്നിട്ട് ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ടിട്ട് ബെല്ലടിച്ച് പ്യൂണിനെ വിളിച്ചിട്ട് എനിക്ക് ഇല്ലുസ്ട്രേറ്റഡ് വീക്ക്ലിയുടെ പതിപ്പ് കൊണ്ടുതന്നു. ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ വായിച്ച ആർട്ടിക്കിൾ ഇന്നും ഓർക്കുന്നു. സുധാ ചന്ദ്രൻ്റെ കാർ ആക്സിഡൻറ്റിനെ പറ്റി, കാല് നഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഡാൻസിലേക്ക് വന്ന മോട്ടിവേഷണൽ സ്റ്റോറിയായിരുന്നു. സോ അങ്കിളും എല്ലാവരും ഹെൽപ്പ് ചെയ്ത് പഠിച്ചു. ചേംബർ ഓഫ് കോമേഴ്സിൽ ഞാൻ 12 വർഷം വർക്ക് ചെയ്തു. 80 പോയി, 84 മാരേജ് കഴിഞ്ഞു. ഞങ്ങൾക്ക് 2 കുട്ടികളായി. 6 വയസ്സ് മൂത്ത കുട്ടിക്ക് ആകുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് 8 ലേഡീസിനെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി പഠിപ്പിച്ച് ജോലിയാക്കുകയും കുട്ടികളെ 1 വർഷം നോക്കും. അങ്ങനെയായി. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന് വളരെ ആഗ്രഹം നാട്ടിൽ തിരിച്ചു വന്ന് നാട്ടിൽ വേരൂന്നണം. ഓക്കെ. പ്ലസ് എൻ്റെ ഫാദർ ഇൻ ലോ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കണം. ഓൾഡ് ഏജിൽ പേരൻസിന് ഹെൽപ്പ് ആവണം. മദർ ഇൻ ലോ ആൻഡ് യങ്ങർ ചിൽഡ്രൻ എല്ലാം അമേരിക്കയിൽ സെറ്റിൽഡാണ്. സോ പുള്ളിക്കാരൻ്റെ ആഗ്രഹത്തിന് അന്നത്തെ ജോലി റിസൈൻ ചെയ്ത് VRS എടുത്ത് പോരേണ്ടി വന്നു. ഫാമിലികൾ സപ്പോർട്ടായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോരേണ്ടി വന്നു. ഞങ്ങൾക്ക് 2 മക്കളും, 2 മക്കളെ നോക്കാൻ 2 സെർവൻറ്റും, 2 പേർക്ക് ഓരോരോ ഫ്ലാറ്റും ഉള്ള നിലയിൽ നിന്നാണ് എനിക്ക് ജോലി രാജിവെക്കേണ്ടി വന്നത്. ആ സമയത്ത് ഞാൻ ചേംബർ ഓഫ് കോമേഴ്സിൽ PRO ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ലോട്ട് ഓഫ് പബ്ലിക് റിലേഷൻ, അന്നത്തെ ധീരുഭായ് അംബാനി, അനിൽ അംബാനി, മുകേഷ് അംബാനി ഒക്കെ വളരെ വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സായിരുന്നു. നോട്ട് ബിക്കോസ് ഓഫ് മൈ ഗ്രേറ്റ്നസ്. ഞാൻ ചേംബർ ഓഫ് കോമേഴ്സിൽ വർക്ക് ചെയ്യുമ്പം അതിൻ്റെ ഒരു സമയത്ത് പ്രസിഡൻ്റായിരുന്നു ധീരുഭായ് സാറ്. മാസത്തിലൊരിക്കൽ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുകയും ഒക്കെ ആയതുകൊണ്ട് ആ റിലേഷൻ വെച്ചിട്ട് ലോട്ട് ഓഫ് മലയാളീസിന് നമുക്ക് ജോലിയാക്കി കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ ഇത്രയും നല്ല ജോലി രാജിവെച്ച് വരുമ്പോൾ എൻ്റെ ഫാമിലി എൻ്റെ വെൽവിഷേഴ്സ് ആയതുകൊണ്ട് അവർ ഡെഡ്ലി അഗൻസ്റ്റ് ആയിരുന്നു. പക്ഷേ ഞാനും ഹസ്ബൻഡും രാത്രികളിൽ ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് ഡേയിൽ മുഴുവൻ നടന്ന 2 പേരുടെയും ലൈഫിലുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നു. ഇൻഫാക്റ്റ് എന്നോട് ഇന്നിപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മൈ ഹസ്ബൻഡ് ഈസ് മൈ അസറ്റ്. സെയിം തിങ് മൈ ഹസ്ബൻഡും പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞങ്ങൾ ഇണയായി ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്നതിലുപരി തുണയായിട്ടും എൻ്റെ എല്ലാ ബലഹീനതകളെയും കോമ്പൻസേറ്റ് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡിൻ്റെ ഏതെങ്കിലുമൊക്കെ ബലഹീനതകളുണ്ടെങ്കിൽ അവിടെ ഓവർകം ചെയ്യാൻ പ്ലസ്സുകൾ ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇത് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഒരേരിയയിൽ ഒരാൾ സ്മാർട്ടാണെങ്കിൽ വേറൊരു ഏരിയയിലായിരിക്കും മറ്റേ ആൾക്ക് കേൾക്കുന്നത്. ഇപ്പോൾ പ്ലസ്സുകളും മൈനസുകളും കൂടി ജീവിക്കുമ്പം വളരെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ. ഞാനിത് പറയണേ എന്തിനാന്ന്, അങ്ങനെയുള്ള വിവാഹ ജീവിതം വളരെ സൂപ്പർ പവേർഡായിരിക്കും. അവരെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കും ഒരു പ്രശ്നങ്ങൾക്കും സാധിക്കില്ല. എന്തു വന്നാലും നമുക്ക് അതിജീവിക്കാമെന്നുള്ള ഒരു ടീം സ്പിരിറ്റോടെ പോകണമെങ്കിൽ അത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഒക്കെ ഞങ്ങൾ 92 ആഫ്റ്റർ 12 ഇയേഴ്സ് കേരളത്തിൽ വന്നു. ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്രിസ്ത്യൻ ബേസിലാവുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ഒരു കൾച്ചർ. നാട്ടുകാരാണ് നമ്മളെക്കുറിച്ച് കൂടുതൽ വറീഡാണ്. ഇനി എങ്ങനെ ജീവിക്കും, കുട്ടികൾ സ്കൂളിൽ പറയും, ഇനി എങ്ങനെ പഠിപ്പിക്കും, ഇതിനൊന്നും ആൻസർ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ഈ ഫ്ലാറ്റ് വിറ്റ പൈസ കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു സ്വന്തമായിട്ട് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് മാനുഫാക്ചറിങ് തുടങ്ങി.
മോണാലിസ എന്നുള്ള ബ്രാൻഡ് നെയിമിൽ. എനിക്ക് യാതൊന്നും അതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് മാർക്കറ്റിങ്ങിലായിരുന്നു. പക്ഷെ മാർക്കറ്റിങ്ങിൽ അന്നത്തെ കൾച്ചറിൽ ഞാൻ പുറത്തു പോവുകയും ഹസ്ബൻഡിന് പ്രൊഡക്ഷൻ സൈഡ് അറിയില്ല. സോ ഞങ്ങളൊരു 9 പേര് ലേഡീസിനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത റെൻ്റൽ ബിൽഡിങ്ങിൽ തുടങ്ങി ഒരു 2.5 ഇയേഴ്സിനുള്ളിൽ ഓണർഷിപ്പ് ബിൽഡിങ്ങിലേക്ക് 35 ലേഡീസ് വർക്ക് ചെയ്യുന്ന ഒരു SSI യൂണിറ്റായിട്ട്, ലേഡീസ് യൂണിറ്റായിട്ട് അതിനെ ഉയർത്താൻ പറ്റി. നന്നായി ബ്രാൻഡ് നെയിമും നന്നായി നടന്നു. പക്ഷെ മാർക്കറ്റിങ്ങിൽ വന്ന കുറച്ച് ഫ്ലോപ്പിംഗ് എന്ന് പറയുമ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു കർഷക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് ഒരു ഇന്നസെൻറ്റ് മനുഷ്യനായതുകൊണ്ട് ഞങ്ങളുടെ പൈസ മുഴുവൻ മാർക്കറ്റിൽ കിടക്കുകയും മാർക്കറ്റിൽ പൈസ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് റണ്ണിങ് ക്യാപിറ്റലിൻ്റെ ഡെഫിഷ്യൻസി വരികയും അന്നത്തെ കേരള കൾച്ചറിലെ ആൾക്കാർ ചെയ്യുന്നത് തന്നെ ഞങ്ങളും ചെയ്തു. ബ്ലേഡിനെ ഡിപ്പെൻഡ് ചെയ്തു. നിങ്ങൾക്കറിയാം ബ്ലേഡിന് 2 സ്ഥലത്ത് മൂർച്ചയുണ്ടെന്ന്. ചുരുക്കി പറയാം, ഒരു 12 വർഷത്തെ ഞങ്ങളുടെ യൂണിറ്റിൻ്റെ വർക്കിനകത്ത് ഞങ്ങളൊരു 18 to 20 lakhs കടബാധ്യതയിലായി. അതും അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മകൾ പഠിച്ചു, നന്നായി +2 കഴിഞ്ഞു, എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോൾ അവളുടെ എൻജിനീയറിങ് പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകാൻ വയ്യാത്തതും മകൻ +1 പഠിക്കുന്ന സമയമാണ്. ഇത് തുടരാൻ വയ്യാത്തൊരവസ്ഥയിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി ലൈഫിൽ. ഞങ്ങൾ 4 ആളും കൂടി ഡിസ്കസ് ചെയ്തു എങ്ങനെ നമ്മളിതിനെ ഓവർകം ചെയ്യണം. അൺലിമിറ്റഡ് ഇൻകം വരണം, വീണ്ടും ജോലിയിലേക്ക് പോയാൽ അത് പറ്റത്തില്ല. സോ ഞാൻ അന്ന് രത്തൻ ടാറ്റ ഞങ്ങളുടെ ഒരിക്കൽ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ ഒരു ഇതിലെനിക്ക് ടാറ്റയെക്കുറിച്ച് വളരെ ഗുഡ് വില്ലുണ്ട്. അവരുടെ ഗുഡ് വില്ലിനെ കുറിച്ച് എനിക്ക് നല്ല അവയർനെസ് ഉണ്ട്. ടാറ്റയുടെ ലൈഫ് ഇൻഷുറൻസിൽ ഇൻഷുറൻസ് അഡ്വൈസർ ഓർ ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. ഞാൻ പോയി. അറിയാം, എല്ലാവരും എല്ലായിടത്തും എതിർക്കുവാണ്. ഇത് LIC ഏജൻറ്റ് പോലെ നിങ്ങൾ വീടാന്തരം കയറി ഇറങ്ങി പോളിസി പിടിക്കണം. എന്ത് തന്നെയായാലും ഞാൻ ചെയ്യുമായിരുന്നു. കാരണം ഞങ്ങളുടെ മകളുടെ എൻജിനീയറിങ് ഇടയ്ക്ക് നിന്ന് പോകരുതായിരുന്നു. സോ ഞാനൊരു ഇൻഷുറൻസ് ഏജൻ്റായിട്ട് ജോയിൻ ചെയ്തു 16 years ബിഫോർ. ഒരു 9 ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ, അതായിരുന്നു എന്നെ അട്രാക്റ്റ് ചെയ്ത ഭാഗം. ഞാൻ വിതിൻ 3 days IRD എക്സാം എഴുതി. വിതിൻ 3 days 9 പോളിസി എന്നുള്ള ഓവർ അച്ചീവ്മെൻറ്റിൻ്റെ ഒരു സന്തോഷം ഇഷ്ടമുള്ള ആളായതുകൊണ്ട് 10 ഇൻഷുറൻസ് ചെയ്തുകൊണ്ട് മണി ബാക്ക് പോളിസി തന്നെ കൊടുത്തുകൊണ്ട് ടാറ്റയുടെ അത് കൊടുക്കാനും എനിക്ക് എൻ്റേതായ റീസൺ ഉണ്ടായിരുന്നു. LICയുടെ മണി ബാക്ക് ഉള്ള അതേ വീടുകളിലാണ് ഇതും പറഞ്ഞത്. അവിടെ 5 വർഷത്തിലൊരിക്കൽ മണി ബാക്ക് ഉള്ളപ്പോൾ ടാറ്റ 3 years തരുമെന്നുള്ള മാർക്കറ്റിംഗ് പോയിൻ്റ് പറഞ്ഞിട്ട് പിച്ച് ചെയ്ത് ഞാനത് ചെയ്തു. 3ാമത്തെ ദിവസം ജൂനിയർ ഡെവലപ്മെൻറ്റ് ഓഫീസറായി. വിതിൻ 1 year ഞാൻ ബെസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഇന്ത്യയായി. അടുത്ത വർഷം സൗത്ത് ഇന്ത്യയായി. അതിൻ്റെ വർഷം സീനിയർ ഡെവലപ്മെൻറ്റ് ഓൾ ഓവർ ഇന്ത്യയായി. ഒരിക്കലും ഒരു പാസ്പോർട്ട് പോലും ഇല്ലായിരുന്ന ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടും ഞാൻ ഹസ്ബൻഡുമായിട്ടും ഓൾമോസ്റ്റ് ഓൾ ഇൻ്റർനാഷണൽ ഫോറിൻ ട്രിപ്പുകളിൽ ക്വാളിഫൈ ചെയ്തു. ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം മകളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. മകളെ എൻജിനീയറിങ്ങിന് പഠിപ്പിച്ചു. അമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചാൽ ഞാൻ പഠിക്കുന്ന കോളേജിൽ നമ്പർ 1 ആയിട്ട് പാസ്സാവുക എന്നുള്ള പ്രോമിസിൽ മകളെ പഠിപ്പിച്ചു. തുടർന്ന് മകനെ അപ്പം ഞാൻ ഈ ഇൻഷുറൻസിലേക്ക് ഇറങ്ങിയപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, ഞാൻ ഇൻഷുറൻസ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്ലസ്സുകൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. അതില്ലാത്ത ഏതെങ്കിലും ഒരു അമ്മയുടെ മകളെയും കൂടി ഞാൻ പഠിപ്പിക്കുമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു 4 പെൺകുട്ടികളുള്ളതിൽ മൂത്ത പെൺകുട്ടീനെ ഞാൻ സ്പോൺസർ ചെയ്തു. ആരും അറിയാതെ അവളെയും പഠിപ്പിച്ചു. എൻ്റെ മകളും പഠിച്ചു. എൻ്റെ മകൾ പ്രോമിസ് കീപ്പ് ചെയ്തു മാത്രമല്ല, അവൾ 4th റാങ്കോടെ എൻജിനീയറിങ്ങിൽ നിന്ന് പാസ്സായി. മറ്റേ കുട്ടീനെയും അവൾ പഠിച്ച സെയിം എൻജിനീയറിങ് പഠിപ്പിച്ചു, ബയോമെഡിക്കൽ എൻജിനീയറിങ്. അതിനുശേഷം ഞങ്ങളുടെ മകൻ എൻജിനീയറിങ്ങിന്, മകൻ്റെ താഴെ വേറെ ഒരു മകൻ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇങ്ങനെ 2 മക്കളെ ഈശ്വരൻ ഞങ്ങൾക്ക് തന്നു. വേറെ 2 മക്കളെയും കൂടി സ്പോൺസർ ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അത് ടാറ്റയിൽ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം. അറ്റ് ദ സെയിം ടൈം ഞാൻ ഓഫീസറായപ്പോൾ, ഡെവലപ്മെൻറ്റ് ഓഫീസറായപ്പോൾ കമ്പനിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്ത് മോർ ദാൻ 168 മെമ്പേഴ്സിനെ എനിക്ക് റിക്രൂട്ട് ചെയ്ത് അവർക്കും ജീവിക്കാനുള്ള ഒരു വഴി കണ്ടെത്തി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം ഞാൻ നിയോ കോച്ചായി ഡിഫറൻസ് ഇതിൽ പോർട്ട്ഫോളിയോയിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഇന്ന് ഞങ്ങളുടെ മകള്, ഞാൻ പറയാൻ വന്ന ഒരു സെൻറ്റൻസ്, ഈശ്വരൻ ആർക്കും കടക്കാരനല്ല. നിങ്ങൾ ഈശ്വരനെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും കുടിക്കാൻ കൊടുത്താൽ അതിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കത് ജ്യൂസായി തിരിച്ചു വരുമെന്ന് എൻ്റെ ജീവിതാനുഭവമാണ്.
ഞങ്ങളുടെ മകൾ എൻജിനീയറിങ് കഴിഞ്ഞ് 4th റാങ്കോട് കൂടി പാസ്സായി 3 പ്ലേസ്ഡ് ആയിരുന്നപ്പം അവൾക്കൊരാഗ്രഹം പുറത്ത് പോയിട്ടൊരു ഡിഗ്രി ചെയ്യണം. അതിനുവേണ്ടി മകൾ പോയി UK പോയി. UK അവളുടെ MS അവൾ 5 സ്റ്റേറ്റുകളിലെ ഏറ്റവും ടോപ്പ് പെർഫോമറായി. അവളെ UK ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്കോളർഷിപ്പോടുകൂടി PhD ചെയ്യാൻ ഉള്ള അവസരം കിട്ടി. 11 years ബിഫോർ. സോ എത്രയായിരിക്കും ആ പൈസ എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? 1 CR, 1 കോടി രൂപയാണ് അവൾക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടിയത്. ഒരിക്കലും ഞാൻ 1 കോടിയോ 10 ലക്ഷമോ എടുത്തിട്ട് കുട്ടികളെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാം. സോ അവൾ 1 CR കിട്ടി. സ്കോളർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാഡം ക്യൂറി ഫെലോഷിപ്പ് കിട്ടി. ഒരു 12 ലക്ഷം രൂപ കിട്ടി. ഇസ്രായേലിൽ നസറേത്തിലും പോയി 8 മാസം താമസിച്ചു. അതിനുശേഷം മകൻ കാനഡയ്ക്ക് പോയി. മറ്റ് 2 കുട്ടികളും കല്യാണം കഴിഞ്ഞു. ഇവർ 4 പേരും ഓക്കെ ആയി. ഓക്കെ ഇൻ ദ സെൻസ് സെറ്റിൽഡ് ആൻഡ് they already started their family life as they are. അപ്പം നമുക്ക് ഇനിയുള്ള ജീവിതം, ഞങ്ങൾ 2 പേരും റിട്ടയർഡാണ്. ഞാൻ ടാറ്റയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടില്ല. 2 ആളും ഇനിയുള്ള 60+ നിൽക്കുമ്പോൾ ഇനി ആർക്കും വേണ്ടി ഒന്നും സമ്പാദിക്കുന്നില്ല. ഞങ്ങളാൽ പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കാനോ കുട്ടികളെ സ്പോൺസർ ചെയ്യാനോ എന്തെങ്കിലും എംപവർമെൻറ്റ് ഓഫ് ലേഡീസ് ആൻഡ് ചിൽഡ്രൻ. അതുകൊണ്ടാണ് ഞങ്ങൾ മന്ന കോച്ചിങ് സെൻറ്റർ എന്ന പേരിൽ കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങിയത്, നടത്തുന്നത്. ഇത് ഞാൻ സ്പാർക്കിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി കോളുകൾ വന്നു, ഒത്തിരി കൗൺസിലിംഗ് നടത്തി. പക്ഷേ കുറച്ചൊരു ആൾക്കാരെങ്കിലും, എല്ലാത്തിലും ഉണ്ടാവുമല്ലോ, അത് മിസ്യൂസ് ചെയ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കടങ്ങളും പരാതികളും പറഞ്ഞ് ആൻറ്റി ഇത്തിരി പൈസ അയച്ചു തരുമോ, കുറേ പേർക്ക് കുറേ കൊടുത്തു. ഈ കൊറോണ കാലത്ത് എനിക്ക് 3-4 പേരെ സഹായിക്കേണ്ടി വന്നു. അറിയാം അബദ്ധങ്ങളാണ്, തെറ്റുകളാണ്, അവരെ ഞാൻ വഞ്ചിക്കപ്പെടുവാണെന്ന് അറിഞ്ഞാലും ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. പക്ഷെ അവസാനം ഒരാൾ എന്നോട് പറഞ്ഞു, സ്പാർക്കിൽ ഇൻ്റർവ്യൂവിൽ ഞാൻ എല്ലാം കേൾക്കാറുണ്ട്, പലരെയും വിളിച്ചെങ്കിലും എല്ലാവരും തിരക്കാണെന്ന് പറയണു, പിന്നെ വിളിക്കുമെന്ന് പറയണു. ആൻറ്റി മാത്രം ഇത്രയും സമയം എന്നോട് സംസാരിച്ചു. അതിൻ്റെ എൻഡ് ഓഫ് ദ ഡേ മണി തന്നെയായിരുന്നു റിക്വയർമെൻറ്റ്. സോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പം എനിക്ക് ഒന്ന് സ്പാർക്ക് ചെയ്തു, ഇങ്ങനെ ജോലി ചെയ്യാതെ ഇത് ചെയ്യുന്നവരും ഉണ്ടല്ലോ നമ്മുടെ ഇടയ്ക്കെന്നുള്ളത്. ഓക്കെ, ഇത് ലെങ്തി ആയി പോകുന്നതുകൊണ്ട് ഞാൻ ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ ടാറ്റയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആസ് എ ഫാമിലി ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡർ. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താൻ ഞങ്ങൾക്ക് CA-ക്കാരില്ലേ? ഓഫ് കോഴ്സ്, CA-ക്കാർ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യും. ഞാൻ ചെയ്യുന്നത് ഫാമിലി പ്രൊട്ടക്ഷനുള്ള പ്ലാനിങ് ഡിസൈൻ ചെയ്തു തരും. അപ്പം എൻ്റെ അന്നത്തെ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് പറഞ്ഞതുപോലെ ഞാൻ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത്, ഒരു ബന്ധുമിത്രാദികളുടെ അടുത്തും പോളിസി ചോദിച്ച് വീടുകൾ കയറി ഇറങ്ങിയില്ല. അതൊരു നാണം കെട്ട പണിയാണെന്നല്ല ഞാൻ പറയണേ. നീഡ് ബേസ്ഡ് അനലൈസ് ചെയ്ത് കസ്റ്റമേഴ്സിനോ ഓർ ക്ലയൻസിന്, എനിക്ക് 2004 മുതലുള്ള ക്ലയൻസ് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ക്ലയൻസ്. അവരെല്ലാം ഒരു ഫാമിലി റിലേഷനിലാണ്. അവർക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തു കൊടുക്കും. അതിൻ്റെ സൊല്യൂഷൻസ്, അവർ റെമഡീസ് അവർക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട. അതെൻ്റെ സർവീസ് ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തതുകൊണ്ട് അവരൊരു ഇൻഷുറൻസ് ചെയ്യണമോ ചെയ്യില്ല, ഇതൊന്നും ഒരു ബെഞ്ച് മാർക്കും അല്ല, ഒന്നുമല്ല. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് മന്ന കോച്ചിങ് സെൻറ്റർ നടത്തുന്നു. അവിടെ കുട്ടികൾക്കും മദേഴ്സ്, സ്പെഷ്യലി ലേഡീസിന്, എംപവർമെൻറ്റ് ഓഫ് ലേഡീസിന് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കോഴ്സുകൾ പറഞ്ഞു കൊടുക്കുന്നു. അവർക്കതെങ്ങനെ സെയിൽസിലേക്ക് ആക്കിയിട്ടോ മാർക്കറ്റ് ചെയ്തോ അവരുടെ ഫാമിലിയിലോ അവരുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് എങ്ങനെ ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നു. കുട്ടികളെ അവരുടെ കൗൺസിലിങ്ങിലൂടെ നല്ല വഴിക്ക് കൊടുക്കുന്നു. ആൻഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹാൻഡ് റൈറ്റിംഗ് കോഴ്സ് കൊടുക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും മോട്ടിവേഷണൽ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നു. ഏറ്റവും എനിക്ക് ഒരു ലേഡി എംപവേർഡായ, ഫാമിലി എംപവേർഡായി എന്നുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങളോട് ചുരുക്കി പറയാം, നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ അസറ്റാണ്. തിരിച്ച് ഹസ്ബൻഡിന് വൈഫ് ദൈവം തരുന്ന ഏറ്റവും വലിയ അസറ്റാണ്. എല്ലാം ആയിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ പ്ലസ്സുകളും മൈനസും വെച്ച് അവരെ ഉൾക്കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പം വന്ന ഓരോ പ്രതികൂലങ്ങളും കീഴടക്കാൻ നമ്മുടെ കൈ പിടിക്കാൻ ഒരാൾ നമുക്ക് തുണയായിട്ട്, ഈശ്വരൻ ഓഫ് കോഴ്സ് ഈസ് ദേ വിത്ത് ടുഗദർ. നമ്മുടെ ലൈഫ് പാർട്ട്ണർ, നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും കൂടി ആകുമ്പോൾ
ഞാൻ 92-ൽ ബോംബെയിൽ നിന്ന് വന്നിട്ട് എവരി 12 ഇയേഴ്സിൽ കുറച്ച് ചലഞ്ചസ് വരികയും എല്ലാം തീർന്നു എന്ന് ഓർത്തുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി കിട്ടിയത് ഐ എം എ സ്ട്രോങ് ബിലീവർ ഓഫ് ജീസസ് പ്ലസ് മൈ ഹസ്ബൻഡ്. ഇതാണ് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടു പോകുന്നതും തളർത്താതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും മുന്നോട്ടുള്ള ജീവിതത്തിൽ ടോർച്ചായിട്ട് ഈശ്വരൻ ഓരോ കാണിക്കുന്ന വഴികൾ നടക്കുന്നതും. ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പേഴ്സണൽ സ്റ്റോറി പറഞ്ഞത് ഒന്നും വേണ്ടിയിട്ടല്ല, എനിക്ക് ആളാകാൻ വേണ്ടിയല്ല, നിങ്ങളുടെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസറായിട്ടാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പാർക്കായെങ്കിൽ മൈ ഡേ വിൽ ബി സാറ്റിസ്ഫൈഡ്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്.